ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്, പുതിയൊരു വിഷു വ്ളോഗ്. കുറേ കാലം കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന ഒരു ഫീല്. സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് അങ്ങനെ തിരക്കിൽ വിട്ടുപോയപ്പോൾ എനിക്ക് അങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈമും സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. വാവയുടെ നാട്ടിലത്തെ ആദ്യത്തെ വിഷുവാണ് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ വിഷു തന്നെയാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു വിഷുവിന് കേട്ടോ. അല്ലെ, എന്ത് പൊട്ടിച്ചാലും കമ്പിത്തിരി അപ്പുറത്തേക്ക് ഇടാ കേട്ടോ. കാലിന് ചവിട്ടോലി ചെരുപ്പിടാത്തതാ. ഓക്കെ, ഗുണ്ട് ഗുണ്ട്. അതായിരിക്കുന്നു പച്ചപ്പശു. ആ പിടിക്കണ്ട, ഇതാ സൂക്ഷിച്ചിട്ടാ പിടിക്കോ. ആ തീണ്ട്. ആ കൊടുക്കട്ടാ. നോക്ക് നോക്ക്. വിയോടെ വിയോ വിയോ. സ്റ്റാർഡം അടിപൊളി. ഇതുപോലെ ഉണ്ടാവും. അവിടെ അല്ലേ പിടിക്കണ്ടേ, ഇവിടെ പിടിക്കും ബാബ. അവിടെ അല്ല, ഇവിടെ ഇവിടെ. അവിടെ പിടിക്കണ്ടേ കേട്ടാ. കത്തിക്കാം, നമുക്ക് കത്തിക്കാം. അമ്മ കത്തിക്കണോ ബാബ കത്തിക്കണോ? അമ്മ കത്തിച്ചാ മതിയോ? എന്നാ ഗോതമ്പ് പൊടി വന്നു. ഗുണ്ട് 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 സെന്ററില് മാലപ്പടക്കത്തിന്റെ മുകളിൽ ഗുണ്ട് വെക്കാം. എന്നിട്ട് ഗോതമ്പ് പൊടി എന്ത് ചെയ്യും? ഗോതമ്പ് പൊടി അടുത്ത സ്റ്റെപ്പില. അയ്യോ കത്തിക്ക, എനിക്ക് ഓടില്ലേ. പോ വിയോട്. തലച്ചക്രവാ അതിന്റെ മുകളിലിട്ട് കത്തിച്ചിട്ട്. ഗുണ്ടിന്റെ മുകളിൽ ഗോതമ്പ് പൊടിയാ. വിയോടെ നിക്കട, അവിടെ നിക്ക, അവിടെ നിക്ക. അതൊക്കെ കാർബോർഡ്. മതി മതി മതി, ഗോതമ്പ് പൊടി വെച്ച് കളിച്ചാൽ മതി ട്ടാ. ഓക്കെ ബൈ, ഹാപ്പി വിഷു. ആ അടച്ചോ. ബൈ പറയൂ, ഹാപ്പി വിഷു പറയൂ. ഹാപ്പി വിഷു. നോക്കട്ടെ എന്താ ചെയ്യണേന്ന്. നാളെ
മുത്തച്ഛന് ചിരിച്ചു. അയ്യോ എന്റെ മോളുടെ അനുമാനായിരുന്നു. കണി 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 ചുമ്മാ വട്ടം പിടിക്കും. ചുമ്മാ വെറുതെ വട്ടം വെച്ചാ മതി. അവിടെ നോക്ക്. സമീ ഉറക്കണ്ടോ? വിയു കണി കണ്ടതും അപ്പം തന്നെ ഫ്ലാറ്റ് ആയിട്ടോ. അവള് കണി കണ്ടതും ഉറക്കത്തിൽ തന്നെയാണ്. ഞങ്ങള് അത് കഴിഞ്ഞ് മാലപ്പടക്കൊക്കെ പൊട്ടിച്ചിട്ടാണ് ഉറങ്ങിയത്. പിന്നെ വിയുനുണ്ടല്ലോ, പുറത്തേക്കോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവള് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അവള് എനിക്കും കൂടി ചെരുപ്പ് കൊണ്ടു ഇട്ട് തരും. അപ്പം അവൾക്കൊരു ഒരു അഷ്യൂരിറ്റി കിട്ടും, ഞാനും അവളുടെ കൂടെ വരുന്നുണ്ട് എന്നുള്ളതിൽ. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവൾക്ക്. അപ്പുറത്തെ കാലിൽ ചെരുപ്പോ വാ വേണ്ടി ഡിഷ് നോക്കട്ടെ. പിന്നെ വിഷുവിന്റെ പ്ലാൻ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലും അച്ഛൻ്റെ തറവാട്ടിലും അമ്മയുടെ തറവാട്ടിലും പേരിന് ഓരോ ഉരുള വീതം കഴിച്ചിട്ട്, ഭക്ഷണം കഴിക്കാൻ ഒരു ഇല ഇട്ടിട്ട് കഴിക്കില്ല, ഇത്തിരി ഒരു ഗ്ലാസ് പായസമോ അല്ലെങ്കിൽ ഒരു ഉരുള ചോറോ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പാലക്കാട്ടിലേക്ക് പോവുക എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു കേട്ടോ. സമയം പോണു. മാമ്പഴപ്പുളിശ്ശേരി അച്ഛമ്മ സ്പെഷ്യൽ. അയ്യോ ഓൾ കൊടുക്കട്ടാ നിങ്ങളൊക്കെ പിന്നെ നമ്മളെല്ലാം പൊട്ടിച്ചെടുക്കും. പാലക്കാടില് നമുക്ക് വൈകുന്നേരം ഒരു നിറമാല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മമ്മി. അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് എല്ലാവരും സാരിയൊക്കെ മാറി, പക്ഷെ ഞാൻ മാത്രം മാറിയില്ല. എനിക്ക് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു സെറ്റ് സാരിയിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് അപ്പോൾ മനസ്സിലായി പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെ എന്തുകൊണ്ടാണ് സെറ്റ് സാരി യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നത് കോട്ടൺ അല്ലേ, അത് ഭയങ്കര അത്രയും നല്ല മെറ്റീരിയലാണ്. ഈ ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റപ്പാണ്. മറ്റേ സാരിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉരുകി വെന്ത് ഇല്ലാണ്ടാവും, നമ്മുടെ എനർജിയൊക്കെ അവിടെ പോകും. കേരളത്തിൽ പൊതുവേ ചൂട് കൂടുതലാണല്ലോ, മഴയും അതുപോലെ ഇവിടെ കൂടുതലാണ്. തൃശ്ശൂരിൽ എനിക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ചൂട് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ മഞ്ഞ് വീഴണമെന്നല്ല, ഒരു പൊടിക്ക് ഇത്തിരി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. പാലക്കാട് ഓവർ ചൂടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ ഞാൻ പറയട്ടെ, തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാലോ കേരളം ഒന്നുമല്ല, തീ വീണ പോലത്തെ ചൂടാണ് അവിടെ. അപ്പോൾ ചൂടൊക്കെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമ്മളത് ഫേസ് ചെയ്യാൻ നമുക്ക് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ്. അതായത് കൂളായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക, എരിവ് കുറയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റുവിളക്ക് പരിപാടികളൊക്കെ അടിപൊളിയായി. അടുത്ത പരിപാടി അയിലൂർ വേല കാണുക എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പാലക്കാട് വേല കാണുന്നത്. അവിടെ ഇങ്ങനത്തെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തൊക്കെയാണ് അവിടുത്തെ വഴിപാടും കാര്യങ്ങളാണ്. നമുക്ക് അത് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ കാണല് കേട്ടോ. നെന്മാറ വല്ലങ്കി വേല, കാവശ്ശേരി പൂരം, അതുപോലെ തന്നെ രഥോത്സവം, ഇതൊക്കെയാണ് എനിക്കറിയുന്നത് പാലക്കാടിനെ കുറിച്ച്. ഇപ്പം ഞാൻ പോകുന്നത് അയിലൂർ വേലയ്ക്കാണ് കേട്ടോ. എന്തൊരു വെയില! അതെടുത്തു ഇടൂ, ഷോള് പുതപ്പ് തലയിലിടൂ. ആ തലയിലിട്ടോളൂ. അല ആന കുക്കിനു 5 ആനയ്ക്കുള്ള മേളായിരുന്നു കേട്ടോ. പിന്നെ ആനകളെ ഉച്ച സമയത്ത് കുളിപ്പിച്ച് കുട്ടപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വിയനെ കൊണ്ട് ഞങ്ങൾ ഈ നട്ടപ്പുറ വെയിലത്ത് പോയി. ആ വെയിലത്ത് പോയാലും ഇതൊക്കെ ഒരു രസമല്ലേ.
നല്ല ഉരുകി ഉരുകിയാണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞ ഈ ആനയുടെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കാണ്ട് എനിക്ക് കൊതിയായി. എൻ്റെ തലയിൽ ഒഴിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം തോന്നിപ്പോയി. അത്ര ചൂടായിരുന്നു അവിടെ. പിന്നെ അവിടെ ആനേനെ നിർത്താൻ വേണ്ടി അലോ ചെയ്തിരിക്കുന്ന വീട്ടുകാർ നമുക്ക് സംഭാരമൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. ആ ഒരു ചൂടത്തൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നാരകത്തിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കിടുക്കാച്ചി സംഭാരമായിരുന്നു. അത് കുടിച്ചപ്പോൾ ഇങ്ങനെ ഒരു സമാധാനവും സാറ്റിസ്ഫാക്ഷനും എന്തൊക്കെയോ ഒരു ഫീൽ വന്നായിരുന്നു കേട്ടോ. പിന്നെ ആനയുടെ കൂടെ ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പാപ്പാനായിട്ട് ആനപ്രേമി ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. പിന്നെ ആനയ്ക്ക് ഫുഡ് കൊണ്ടുവരാം, എന്തൊക്കെയാണ് കൊണ്ടുവരണ്ടേ അതിനെക്കുറിച്ചൊക്കെ കുറേ സംസാരിച്ചു. വ്യൂവിനെ കൊണ്ട് ആനയെ തൊടിപ്പിച്ചു, ഫോട്ടോസ് എടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ബിസി ആയിപ്പോയി. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ മടങ്ങിയത്. പിന്നെ ചെന്നൊരു 1 hourൽ ഞങ്ങൾ ഫ്രഷായി. പിന്നെയും സാരി എടുത്ത് ഉടുത്ത് ഫ്രഷായി അയലൂർ വേല കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അയ്യോ പതുക്കെ. മൊത്തത്തിലൊരു തമിഴ്നാട് ടച്ചാണ് കേട്ടോ പാലക്കാടിന്. ഞാനിങ്ങനെ ആലോചിക്കും, നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ആകെ 1 മണിക്കൂർ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. ഇപ്പോൾ കുതിരാൻ ആ റോഡൊക്കെ അടിപൊളിയാക്കി പിന്നെ 1.25 മണിക്കൂറല്ലേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് പാലക്കാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും മേളാണെങ്കിലും ഡിഫറെൻ്റ് ആണ്. തൃശ്ശൂരിലെ കൊട്ടായിട്ടല്ല എനിക്കിവിടെ തോന്നിയത്. വ്യത്യാസമുണ്ട് കൊട്ടിനും. ഒരു വേറൊരു ചായയാണ് മേളത്തിന്. മേളം വേറൊരു വൈബാണ് ഇവിടുത്തെ. പരിയാനം പറ്റ മേളം അങ്ങനത്തെയൊക്കെ പോലത്തെ ഒരു കാണികളെ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇറങ്ങിക്കൊട്ടുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു മേളം. അതായത് നമ്മൾ ഈ ഡി ജെയുടെ ഒക്കെ ഇടയിൽ ഡി ജെ പാട്ടൊന്ന് പോസ് ചെയ്യില്ലേ നമുക്ക് പാടാൻ വേണ്ടിയിട്ട്, അതുപോലെ കൊട്ടിൻ്റെ ഇടയിൽ മേളത്തിൻ്റെ ഇടയിൽ പോസ് ചെയ്യാണ് ആളുകൾക്ക് ഹരം കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു വെറൈറ്റി മേളമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു.
അമേരിക്കൻ ബാർ. ഏതാ മൂടല്ലേ? പൂരം കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ മഴച്ചാറലൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല രസമായിട്ട് ഞങ്ങൾ അന്ന് രാത്രി തന്നെ തൃശ്ശൂരിലേക്ക് മടങ്ങി. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.